നമസ്കാരം. ഉപാസനയിലേക്ക് സ്വാഗതം. മര്യാദാ പുരുഷോത്തമനായ രാമൻ പലപ്പോഴും പല കാര്യങ്ങളിലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് വൃക്ഷത്തിൽ മറഞ്ഞു നിന്നുകൊണ്ട് ബാലിയെ ഒളിയമ്പെയ്ത് കൊന്ന കാര്യം. അതുകൂടാതെ തന്നെ സീതാദേവിയെ പ്രജകളുടെ വാക്ക് കേട്ട് വനത്തിലേക്ക് അയച്ച കാര്യം. ഇതെല്ലാം ശ്രീരാമചന്ദ്രന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന കാര്യങ്ങളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാലി നിഗ്രഹ സമയത്ത് ഉണ്ടായത്. അമ്പേറ്റ് വീണ ബാലി ശ്രീരാമനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്നത് ഇതാണ്. ബാലിയുടെ വാക്കുകൾ നമുക്ക് അധ്യാത്മരാമായണത്തിലൂടെ ഒന്ന് പരിശോധിച്ചു നോക്കാം. ധർമ്മിഷ്ഠനെന്നു ഭവാനി ലോകത്തിങ്ക നിർമ്മലന്മാർ പറയുന്നു രഘുപതേ. ധർമ്മം എന്തൊന്നു ലഭിച്ചതിതുകൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ. വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറക നീ. വാനര മാംസ മഭക്ഷ്യമത്രേ ബദ മാനസേ തോന്നിയതെന്തിതു ഭൂപതേ. അമ്പേറ്റ് വേദന സഹിച്ച് കിടക്കുമ്പോൾ രോക്ഷാകുലനായി ബാലി ശ്രീരാമചന്ദ്രനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. ഭഗവാൻ അതിന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്. ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമ്മത്സരം നടക്കുന്നിതു നീളെ ഞാൻ. പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ. നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീ ഏതോ മറിയാഞ്ഞതുമെടോ. നമ്മൾ പലപ്പോഴും ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ധർമ്മ സംരക്ഷണത്തിനു വേണ്ടി അല്ലെങ്കിൽ ഇതേ ധർമ്മത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ ഓരോരുത്തരും നടന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് വളരെ ആവശ്യമാണ്. നമുക്ക് ധർമ്മത്തിൻ്റെ പരിരക്ഷ കിട്ടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് അതേ ധർമ്മത്തിൻ്റെ പരിരക്ഷ കൊടുത്തിരിക്കണം. ധർമ്മത്തിൻ്റെ പരിരക്ഷ മറ്റുള്ളവർക്ക് കൊടുക്കാത്തവൻ ഒരിക്കലും അതേ ധർമ്മത്തിൻ്റെ പരിരക്ഷയ്ക്കു വേണ്ടി സ്വയം ചിന്തയോടുകൂടി ഇരിക്കാൻ പാടുള്ളതല്ല. ഇതാണ് ശ്രീരാമചന്ദ്രൻ ബാലിക്ക് കൊടുക്കുന്ന ഉപദേശം. സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാതെ ഒരു സംശയത്തിൻ്റെ ബലം കൊണ്ട് മാത്രം തൻ്റെ സഹോദരനു കൂടി അവകാശപ്പെട്ട രാജ്യസുഖങ്ങൾ നിഷേധിച്ച് തൻ്റെ സഹോദരനായ സുഗ്രീവനെ നാട്ടിൽ നിന്ന് ആട്ടിക്കളഞ്ഞവനാണ് ബാലി. നമുക്ക് പറയാം, ബാലി പറഞ്ഞ കാര്യവും ബാലി ചിന്തിച്ചതും ശരിയായിരുന്നു എന്ന്. വസ്തുതകളെ ശരിക്കും മനസ്സിലാക്കാതിരിക്കുക എന്നത് ഒരിക്കലും സത്യത്തിൽ നിന്ന് പരിരക്ഷ കിട്ടാനുള്ള ഒരു എളുപ്പമാർഗമല്ല. ഓരോ സാഹചര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്ന് അടിസ്ഥാനപരമായി ഒരു വ്യക്തിയുടെ ധർമ്മമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നിജസ്ഥിതി എന്നറിയാതെ തൻ്റെ സഹോദരനായ സുഗ്രീവനെ കിഷ്കിന്ധയിൽ നിന്ന് ആട്ടിയോടിച്ചവൻ മറ്റൊരു വ്യക്തിയിൽ നിന്ന് അതേ ധർമ്മം തനിക്ക് കിട്ടണമെന്ന് ശഠിക്കുന്നത് മൂഢത്വമാണ് എന്നാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ബാലിയോട് പറയുന്നത്. ഇതേ അവസ്ഥ തന്നെ മഹാഭാരതത്തിലും ഉണ്ടായിട്ടുണ്ട്. യുദ്ധസമയത്ത് കർണന്റെ തേരിൻ്റെ ചക്രങ്ങൾ മണ്ണിൽ താഴ്ന്നു പോയ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നു കർണനെ വധിക്കാൻ. ആ സമയത്ത് കർണൻ ചോദിക്കുന്നുണ്ട്,
ഹേ കൃഷ്ണ, അങ്ങ് ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടി വന്നവനാണെങ്കിൽ ഈ നിരായുധനായി നിൽക്കുന്ന ഈ രഥം മണ്ണിൽ പൂണ്ടു നിൽക്കുന്ന എന്നെ വധിക്കാൻ ആജ്ഞാപിക്കുന്നത് എന്ത് ധർമ്മമാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ കർണനോട് പറയുന്നു, പാഞ്ചാലി വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടപ്പോഴും പാണ്ഡവർ നാട്ടിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ടപ്പോഴും അവർക്ക് അവകാശപ്പെട്ട രാജ്യം കൊടുക്കാതെ കൗരവർ അടക്കി വച്ചപ്പോഴും ബാലനായ അഭിമന്യു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടപ്പോഴും എവിടെയായിരുന്നു കർണ നിന്റെ ധർമ്മബോധം? അപ്പോഴൊക്കെ നീ നിഷേധിച്ച അതേ ധർമ്മം ഇന്ന് നിനക്കും നിഷേധിക്കപ്പെടുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇതിഹാസങ്ങളിലെ ധർമ്മത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും നമ്മളെല്ലാം തനിക്കു കിട്ടാനുള്ള ധർമ്മത്തെക്കുറിച്ച് മാത്രം ബോധവാനാണ്. തനിക്ക് കിട്ടാനുള്ള അവകാശങ്ങളെക്കുറിച്ച് നല്ല ബോധവാന്മാരാണ്. അവകാശങ്ങൾ നേടിയെടുക്കും വരെ സമരം ചെയ്യുന്ന ഒരു ആധുനിക കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. പക്ഷേ കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ധർമ്മബോധത്തെയെല്ലാം മറന്ന് പെരുമാറുന്നു. ഞാൻ എൻ്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും ചെയ്യുമ്പോൾ മാത്രം എനിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് എൻ്റെ അവകാശങ്ങളെന്ന് ഞാൻ മറന്നുപോകുന്നു. എവിടെയെല്ലാം അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നുവോ അവിടെയെല്ലാം ആലോചിക്കുക, നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളും കടമകളും നിങ്ങൾ വിസ്മരിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന നീതി എന്ന്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ബാലിക്ക് കൊടുക്കുന്ന ഈ ഉപദേശത്തിലൂടെ ആരാണ് ധർമ്മത്തിൻ്റെ സ്വീകരണത്തിന് യോഗ്യനായിട്ടുള്ളവൻ എന്നുകൂടി സാധാരണക്കാർക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് രാമായണം. ധർമ്മോ രക്ഷതി രക്ഷിത. നന്ദി, നമസ്കാരം.